ഹലോ എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ ഇങ്ങനത്തെ പാത്രങ്ങൾ അങ്ങനത്തെ 2 പാത്രങ്ങളും 2 കഷ്ണം പാഴ്ത്തുണികളാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ഡപ്പയുടെ മൂടി ഹോളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പപ്പട കമ്പി വെച്ചിട്ടാണ് ഹോളിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിറച്ചും ഹോളിട്ട് കൊടുക്കണേ. അതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഷാമ്പു, ഒരു കംഫർട്ട്. ഡവ് ഷാമ്പു ആണ് എടുത്തിട്ടുള്ളത്. കംഫർട്ട് നീല കംഫർട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന തുണി കഷ്ണം ഉണ്ടല്ലോ, അതും നമുക്ക് അത്യാവശ്യമാണ്. എന്നിട്ട് കംഫർട്ട് നമ്മൾ പകുതിയായിട്ട് 2 ഡപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഷാമ്പു ആണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഡവ് ഷാമ്പു തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷാമ്പു ഏതായാലും എടുക്കാം. ഞാൻ ഡവ് ഷാമ്പു എടുത്തതന്നേ ഉള്ളൂ. പിന്നെ കംഫർട്ട് നീല കംഫർട്ട് ആണ് കുറച്ചുകൂടി നല്ലത്, സ്മെല്ല് നല്ലത്. അതായത് കൊണ്ട് കഴിയുന്നത് നീല കംഫർട്ട് എടുക്കാൻ ശ്രമിക്കുക. മറ്റുള്ള കംഫർട്ട് കൊണ്ടും ചെയ്യാം, എന്നാൽ കൂടുതൽ നല്ലത് നീല കംഫർട്ടാട്ടോ. അപ്പോൾ നീല കംഫർട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഡപ്പയിലേക്കും കംഫർട്ടും ഷാമ്പുവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേണ്ടത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വിരൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായി ഷാമ്പുവും കംഫർട്ടും മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ തുണി കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതെടുത്തിട്ട് ഒരു ഡപ്പയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ തുണി നന്നായി ഇതിൽ എന്താ പറയുക മുക്കണം കേട്ടോ. ആ തുണിയിൽ നന്നായി കംഫർട്ടും ഷാമ്പു ആവുന്ന വിധത്തിൽ നമ്മൾ അത് നനച്ച് കൊടുക്കണം. അത് നനച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ തുണി അതിൽ തന്നെ വയ്ക്കുക. ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ടോപ്പ് ഇട്ടിട്ട് നമ്മൾ ഏത് ബാത്റൂമിലാണോ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ബാത്റൂമിൽ നമ്മൾ വെള്ളം നനയാത്ത ഭാഗത്തായിട്ട് വച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് പുറത്തുനിന്ന് വേറെ ബാത്റൂം ഫ്രഷ്നറൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. വളരെ നിസ്സാര ചിലവിൽ നമുക്ക് ഒരു ബാത്റൂം ഫ്രഷ്നർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് അധികം ചിലവൊന്നും ഇല്ലാത്തതല്ലേ, 2-3 രൂപയുടെ കാര്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ഇതിൻ്റെ സ്മെല്ല് നിൽക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമായിട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരും വെറുതെ നിസ്സാരമാക്കി തള്ളിക്കളയരുത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുക, നമ്മുടെ വീഡിയോസെല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. നമ്മുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ.